ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്ന് നമുക്കൊന്ന് പുറക്കാട് വരെ പോകാനുണ്ട്. പുറക്കാട് കുഞ്ഞുമ്മിയുടെ വീടാണ്. അപ്പോൾ അവിടെ ഉമ്മച്ചിയുടെ ഉമ്മ വീട്ടിലുണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലായിരുന്നോ? അപ്പോൾ ഉമ്മച്ചിയുടെ ഉമ്മാനെയും കൊണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ജാക്കിക്ക് പുറക്കാട് പള്ളിയിലൊരു നേർച്ച ഉണ്ടായിരുന്നു, ഒരു തൈ വെച്ചേക്കാന്ന്. അപ്പോൾ ആ നേർച്ചയും കൂടെ വീട്ടാൻ വേണ്ടി ഞങ്ങളും കൂടെ പോവുകയാണ്. അപ്പോൾ ഒരുമിച്ച് പോകുമ്പം അതും കൂടെ നടക്കുമല്ലോ. അപ്പോൾ ഞാനും ഉമ്മച്ചിയും ജാക്കിയും ബാപ്പച്ചിയും ഉമ്മായും സേറായും കൂടെയാണ് പോകുന്ന വഴിക്ക് ചെറിയ ചാറ്റൽ മഴയെല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ ഇതേ ബൈപ്പാസിൽ കൂടെയാണ് പോകുന്നത്. ജാക്കിയാനെ ഉമ്മച്ചിയുടെ കയ്യിൽ നല്ല ഉറക്കമാണ്, എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും അറിയത്തില്ല പുള്ളിക്ക്. അപ്പോൾ അതേ റോഡിൽ അത്യാവശ്യം മഴ പെയ്ത് കാരണം വെള്ളവും കാര്യമൊക്കെ ഉണ്ട്. പിന്നെ റോഡ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുമല്ലേ, അപ്പം ചെറിയ ബ്ലോക്കും എല്ലാമാണ് റോഡിൽ. അപ്പോൾ അതേ കുഞ്ഞുമ്മിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് കുറച്ച് ബേക്കറിയും ഫ്രൂട്ട്സും പിന്നെ പൊരിക്കടികളും എല്ലാം മേടിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനും സേറായും കൂടെ 2 ഐസ്ക്രീമും മേടിച്ചു മേഴ്സലീസിൻ്റെ. അപ്പം ഞാൻ മേടിച്ച സ്ട്രോബെറിയും സേറാ മേടിച്ചത് ബട്ടർ സ്കോച്ചുമാണ്. അപ്പോൾ അതാണ് ഈ കാണിച്ചൊക്കെ തരുന്നത്. പുള്ളി അതിൻ്റെ കൂട്ടത്തിൽ മിഠായും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുമൊക്കെ തിന്ന് പിന്നെ അതേ ഐസ്ക്രീം പൊട്ടിക്കുന്ന രംഗമൊക്കെയാണ് കാണുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഉമ്മച്ചിക്ക് ഇച്ചിരി കൊടുത്ത് പിന്നെ അവിടം വരെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേക്കും പള്ളി എത്തി. ഇതാണ് പുറക്കാട് പള്ളി. ഇവിടെയാണ് മയ്യം അടക്കുന്നത്. നമുക്ക് പോകേണ്ടത് തൈ വെക്കുന്നതും നേർച്ചയിടുന്നതും പള്ളിയിലോട്ടാണ്. അപ്പോൾ അതേ ഉമ്മച്ചി അവരുടെ അയൽവക്കക്കാരെയൊക്കെ കണ്ടിട്ട് സംസാരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതേ കൊച്ചിനെയും കൊണ്ട് പള്ളിയിലേക്ക് കയറുകയാണ്. അവന് തൈ വെക്കണമല്ലോ. അപ്പോൾ അതേ ഉമ്മച്ചി അവിടെ പോയിരുന്ന് ഓതുമൊക്കെ ചെയ്തിട്ട് പിന്നെ ഞാനും വാപ്പച്ചിയും കൂടെ തൈ വെക്കാനുള്ള റെസിപ്റ്റും കാര്യമൊക്കെ മേടിക്കാൻ വേണ്ടി പോയി. അപ്പം അതേ ചന്ദനത്തിരിയൊക്കെ കത്തിക്കുന്നതാണ്. അപ്പോൾ അതേ വാപ്പച്ചി തൈ വെക്കാൻ വേണ്ടി കുഴിയൊക്കെ എടുക്കുകയാണ്. അപ്പം ജാക്കിയുടെ തലക്ക് ഉഴിഞ്ഞിട്ട് വേണം നമുക്ക് തൈ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതേ ഉമ്മച്ചി ഉഴിഞ്ഞ് അവൻ്റെ തന്നെ കൈ ഒന്ന് ചേർത്ത് വെച്ചിട്ട് ആ കുഴിയിലേക്ക് ഇറക്കി വെച്ച്. പിന്നെ പള്ളിയുടെ പുറകിൽ കടപ്പുറമാണ്. ജസ്റ്റ് ഒന്ന് അവിടെയും കൂടെ ഒന്ന് പോയിട്ട് വരാമെന്ന് ഉമ്മച്ചിയും സേറായും കൂടെ പറഞ്ഞപ്പം അവിടെ ഒന്ന് പോയി. ഇപ്പോൾ മഴയായത് കാരണം കടൽ നല്ലത് കയറി കാരണം ഈ മണ്ണൊക്കെ കറുത്ത് കിടക്കുന്നത്. അവിടെ നന്നായിട്ട് വെള്ളം കയറിയായിരുന്നു. അപ്പം ഇങ്ങനെ ഒരുപാട് തിരക്കൊന്നും ഇല്ലാത്ത ഒരു കടപ്പുറമാണ്. ഇവിടെ ഒരുപാട് വീടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ വെള്ളം വന്ന് അടിച്ച് കയറിയപ്പോൾ വീടൊക്കെ പോയി. ബോട്ടൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഉമ്മച്ചിയും കൂടെ കല്ലിൻ്റെ മുകളിലൊക്കെ കയറിയിരുന്ന് കാഴ്ചയൊക്കെ കാണുവാണ്. ഉമ്മച്ചിക്ക് ഈ പള്ളി കണ്ടപ്പോൾ ഒരു നൊസ്റ്റു അടിച്ചു. ഉമ്മച്ചി ഇവിടെയാണ് ഓതിയതൊക്കെ. അപ്പോൾ ഉമ്മച്ചി ഇങ്ങനെ പറഞ്ഞു വരുമായിരുന്നു. ഇപ്പോൾ പള്ളിയിൽ ഒരുപാട് മാറ്റമൊക്കെ വന്ന്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ജാക്കിനെ സിയാറത്തിന് കയറ്റിയായിരുന്നു. നമുക്ക് പെൺപിള്ളേർക്ക് അതിൻ്റെ അകത്തോട്ട് കയറാനുള്ള അനുവാദമില്ല. അപ്പോൾ വാപ്പച്ചി ജാക്കിനെയും കൊണ്ട് കയറ്റി അവിടെയൊക്കെ ഒന്ന് കാണിച്ച് തൊട്ടുമുത്തിയൊക്കെ വന്ന് തൊട്ടുമുത്തുന്നതാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ നമുക്കൊന്നും കയറാൻ പറ്റത്തില്ലല്ലോ. അപ്പം നമ്മൾ പുറത്ത് നിന്ന് യാസീനും നമുക്ക് ഓതണ്ടൊക്കെ ഓതി. അപ്പം വാപ്പച്ചി അവനെയും കൊണ്ട് പുറത്തോട്ട് ഇറങ്ങി. ഇങ്ങനെയല്ലായിരുന്നു പള്ളി. ഇത് പുതുക്കി പണിതെന്നാണ്. ഇത് ഉമ്മച്ചി പഠിച്ച സ്കൂളാണ്. ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ് വണ്ടിയിൽ നിന്ന് വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു മിഠായി മേടിച്ച് അത് അൺബോക്സ് ചെയ്യുന്നതിൻ്റെ കാര്യം പറയുമായിരുന്നു. ഇതാണ് ഉമ്മച്ചീൻ്റെ വാപ്പാനെ അടക്കിയേക്കുന്ന പള്ളി. അപ്പോൾ അതിൻ്റെ പറ്റേ തന്നെയാണ് കുഞ്ഞുമ്മിയുടെ വീട്. നമ്മളെ നോക്കി കുഞ്ഞുമ്മിയും നിപ്പുണ്ട്. കൊച്ചായും കൂടെ വരുന്നുണ്ട് അകത്തുനിന്ന്. അപ്പം അങ്ങനെ രണ്ടുപേരെയും കണ്ട്. അപ്പം ബാക്കി എടുക്കാൻ പറ്റിയില്ല. കൊച്ചിന് ഫീഡൊക്കെ കൊടുക്കാൻ വേണ്ടി പോയി. ഉച്ചക്കത്തെ ചോറ്, നെയ്ച്ചോറ്, ഇറച്ചിക്കറിയും പരിപ്പ്, അച്ചാറ്, കച്ചമ്പറ്, അങ്ങനെ പപ്പടം എല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കുഞ്ഞുമ്മി പഴമൊക്കെ കൊണ്ടു തന്ന്. ഞങ്ങൾ പഴമൊക്കെ കഴിച്ചിരുന്ന്. ഉമ്മച്ചി അപ്പം അപ്പച്ചീനെയൊക്കെ കാണാൻ പോയി. അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല, ഞാൻ പോയില്ലായിരുന്നു. അപ്പം നമുക്ക് തിരിച്ച് വരുന്ന വഴി ഇക്കയുടെ വീട്ടിലൊന്ന് കയറണമായിരുന്നു. അപ്പോൾ അവർ ശനിയാഴ്ച വീട്ടിലോട്ട് വരുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം നമ്മൾ ശനിയാഴ്ച അല്ലായിരുന്നു പുറക്കാട് എന്ന് പറഞ്ഞത്. അപ്പോൾ ആ വഴി വീട്ടിലോട്ട് കയറാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. നമ്മൾ തിരിച്ച് വരുന്ന വഴിയാണല്ലോ. അപ്പം വീട്ടിലോട്ട് പോവുകയാണ്. നമ്മുടെ വീട് വരുന്നത് വണ്ടാനം ഹോസ്പിറ്റൽ ബാക്കിൽ തന്നെയാണ്. ഇതാണ് വണ്ടാനം ഹോസ്പിറ്റൽ. അപ്പം നമ്മുടെ വഴിയിലോട്ട് കയറുവാണ്. നമ്മൾ ആ ചെന്ന സമയത്ത് ക്രോസ് അടച്ചിട്ടേക്കുമായിരുന്നു. ട്രെയിൻ പോകുന്നു. അപ്പം ക്രോസ് തുറന്നു കഴിയുമ്പോൾ തിരക്കാണ്. വണ്ടികളൊക്കെ അത്യാവശ്യം ഉണ്ട്, നല്ല തിരക്കുണ്ട്. നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഉമ്മച്ചി കൊച്ചുമായിട്ട് വീട്ടിലോട്ട് കയറുവാണ്. ബാക്കിയൊന്നും എടുക്കാൻ പറ്റിയില്ല, അവിടെ തിരക്കായിരുന്നു. നാത്തൂൻ്റെ വീടൊക്കെ അടുത്തടുത്താണ്. അപ്പം അവിടെ നിന്ന് എല്ലാവരും കൊച്ചിനെയൊക്കെ കാണാൻ വന്ന കാരണം ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് രാത്രിയായപ്പോൾ ഇറങ്ങി. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ.